ഇത് മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ എൻ്റെ സ്വന്തം നാടായ മമ്പാട് ഒരു പാർക്കാണ്. ചാലിയാറിൻ്റെ തീരത്ത് മമ്പാട് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള വലിയൊരു VS അച്യുതാനന്ദൻ ഹാപ്പിനെസ് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കാണിത്. ഇത് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് ജനങ്ങളുണ്ടാവാറുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. ഞാനിപ്പോൾ ഈ രാവിലെ വന്നിട്ട് ഈ പാർക്കിൽ നിന്ന് ഈ വീഡിയോ പിടിക്കാനുള്ള കാരണം തന്നെ അതാണ്. കാരണം എന്താ വെച്ചാൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഈ പാർക്കിൽ ഒത്തിരി ജനങ്ങളാണ്. കാരണം വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ഒരു കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ ക്രൗഡ് എന്ന് പറയുന്നത്. ഈ കടകളെല്ലാം തന്നെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ കടകളെല്ലാം തന്നെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ഉണർന്നിരിക്കും. ഒരുപാട് തിരക്കാണ് ഇവിടെ ഇപ്പോൾ. എൻ്റെ ഗ്രാമപഞ്ചായത്തിൽ ഇതുപോലൊരു ഇടം ഞങ്ങൾക്ക് സ്വപ്നമായിരുന്നു എപ്പോഴും. കാരണം അമ്പാട്ടുകാർക്ക് മാത്രം ഇങ്ങനെ ഒരു ഇടം ഇരിക്കാനോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് എന്താ പറയുക ഒന്ന് സമയം ചിലവഴിക്കാനോ ഒരു ഇടമില്ല എന്നുള്ളത്. അത് മമ്പാട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങി എത്ര പെട്ടെന്നാണ് ഇത് പൂർത്തീകരിച്ചതെന്ന് പറയാൻ ഞങ്ങൾക്കാർക്കും അറിയില്ല. കാരണം പെട്ടെന്നായിരുന്നു ഇതിൻ്റെ നിർമ്മാണവും പൂർത്തീകരണവും ഒക്കെ പഞ്ചായത്ത് ദ്രുതഗതിയിൽ നടത്തിയത്. എന്തായാലും മമ്പാട് ഗ്രാമപഞ്ചായത്തിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇന്ന് കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലായാലും ഇവിടെ വന്നിട്ട് ഒരുപാട് കളിക്കാനും അതുപോലെ തന്നെ അവരുടെ ഉല്ലാസത്തിന് വേണ്ടി വലിയവർക്ക് വേണ്ടിയിട്ടതായി പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ് മമ്പാടിലെ ഈ ഒരു ഉദ്യാനം എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു പാർക്ക് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. രാവിലെ സമയങ്ങളിൽ ഇവിടെ ആളുകൾക്ക് വന്നിട്ട് ഒരു ജിം പാർക്ക് ഇവിടെയുണ്ട്. ആളുകൾക്ക് വന്ന് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ഒരു മനുഷ്യൻ്റെ ആരോഗ്യം ഒരു ജിം എന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് രാവിലെയോ വൈകുന്നേരമൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതാണ്. ഈ പാർക്കിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒടായിക്കൽ എന്ന് പറയുന്ന പ്രദേശമാണ്. അപ്പുറം മുഴുവൻ കാടാണ്, കൊളപ്പാട് മല. അതുപോലെ തന്നെ ഈ പാർക്കിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ ഈ ഷട്ടറുകളെല്ലാം ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. ഇത് കുറച്ച് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിൻ്റെ ഈ ഷട്ടറുകളെല്ലാം താഴ്ത്തിയിടണം. ബ്രിഡ്ജിൻ്റെ അപ്പുറം പാലത്തിൻ്റെ അപ്പുറം നല്ല ഉല്ലസിക്കാൻ പറ്റിയ ബോട്ടിങ്ങും ഒക്കെ നടത്താൻ പറ്റിയൊരു ഇടമാണ്. അതും എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കുമെന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്നാണ്. ഇവിടെ ഇങ്ങനെ വലിയൊരു സ്റ്റേജ് പണിത് വെച്ചിട്ടുണ്ട്. കാരണം ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടത്താനും അതുപോലെ തന്നെ പഞ്ചായത്തിലെ ഒരുപാട് സാംസ്കാരിക സംഘടനകളും അതുപോലെ തന്നെ ഒരുപാട് ക്ലബ്ബുകളും എല്ലാം ഉള്ള ഒരു തികഞ്ഞൊരു നാടാണ് എൻ്റെ ഈ മമ്പാട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്റ്റേജ് പണിത് വെച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദൻ പാർക്കിൻ്റെ VS അച്യുതാനന്ദൻ്റെ പേരിലുള്ള ഈ ഒരു സ്റ്റേജിൽ മിനിഞ്ഞാന്ന് നല്ലൊരു പ്രോഗ്രാം ഇവിടെ നടത്തി കേട്ടോ. ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിലൊക്കെ. ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ഇത്രയും നമുക്ക് ഒരുപാട് ഓഡിയൻസിന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ചാലിയാറിൻ്റെ തീരം, ചാലിയാർ പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ റെഗുലേറ്റർ കം ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിനെ തഴുകിക്കൊണ്ടാണ് ഈ ചാലിയാർ ഇങ്ങനെ ഒഴുകുന്നത്. കണ്ടോ? ഇതിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം ഞങ്ങൾക്ക് കൊളപ്പാട് മല എന്ന് പറയും. അതുപോലെ തന്നെ ഒരുപാട് ഫോറസ്റ്റൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന് ഇങ്ങേ സൈഡ് എന്ന് പറയുന്നത് നേരെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് റെസിഡൻഷ്യൽ ഏരിയ ഉള്ളത്. ഞങ്ങളൊക്കെ താമസിക്കുന്നത് ഇതിൻ്റെ കരയിൽ ഇപ്പുറത്ത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഈ പാർക്കിൽ VSൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത്. മമ്പാട് ഗ്രാമപഞ്ചായത്ത് VS അച്യുതാനന്ദൻ ഹാപ്പിനെസ് പാർക്ക് എന്ന പേരിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് മമ്പാട്ടുകാർക്കല്ല, അയൽ പ്രദേശങ്ങൾ മഞ്ചേരിയിൽ നിന്നും എടവണ്ണയിൽ നിന്നും അതുപോലെ തന്നെ നിലമ്പൂരിൽ നിന്നും ഒരുപാട് ദൂരം വയനാട് നിന്ന് വരെ ആളുകൾ ഇന്നലെ ഞാൻ ഇവിടെ കാണാൻ സാധിച്ചു എനിക്ക്. അത് ഞാൻ രാവിലെ വന്നിട്ടൊരു ഇട്ടതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ വൈകുന്നേരങ്ങളിൽ കാല് കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ ക്രൗഡ് എന്ന് പറയുന്നത്, ജനങ്ങളെന്ന് പറയുന്നത്. ഇവിടെയുള്ള കടകളെല്ലാം തന്നെ ഒരു 3 മണിയാകുമ്പോഴേക്ക് അല്ലെങ്കിൽ 2:30 മണി ഉച്ചയാകുമ്പോഴേക്ക് ഉണർന്നു കഴിഞ്ഞിരിക്കുമെന്നുള്ളതാണ്. അത്ര ഭംഗിയുള്ളൊരു പ്രദേശത്ത് ഇങ്ങനെ ഒരു പാർക്ക് സംവിധാനിച്ച മമ്പാട് ഗ്രാമപഞ്ചായത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു പാർക്ക് ഇവിടെ ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. കാരണം ഇതിലൊരു മല്ലിക കൃഷി ഉണ്ടായിരുന്നു, പൂന്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. പക്ഷേ ആർക്കും വേണ്ടാതിരുന്ന പുഴംപൊട്ടി എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു സ്ഥലമാണിത്. അതാണ് ഈ രൂപത്തിൽ ഒരുപാട് ഓഡിയൻസിന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗാലറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ രീതിയിലൊക്കെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരുപാട് ഊഞ്ഞാൽ, അതുപോലെ തന്നെ തിരിയുന്ന പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഭരണസമിതി എന്ന് പറയുന്നത്
എന്തായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ കേട്ടോ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ഒരു ഇന്നാരം മുഴും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. കിളിയേ കിളിയേ. ഈ ഒരു മനോഹാരിത ഒപ്പിയെടുത്തുകൊണ്ട് മമ്പാട് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്ന ഈ പ്രദേശത്തേക്ക് എല്ലാവർക്കും ഒരുപാട് വെൽക്കം.